ഹേ ഗെയ്സ്, അസ്സലാം വലൈക്കും. ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഒരു 4 മണിയാകുമ്പോൾ തന്നെ എണീറ്റു. അപ്പോൾ അത് കഴിഞ്ഞു, നമസ്കാരങ്ങളും പ്രാർത്ഥനകളും എല്ലാം കഴിഞ്ഞു. ഫ്രഷായി, ചായ കുടിച്ചു. ഇന്ന് വർക്കുണ്ട് കേട്ടോ, ഷോപ്പിൽ തന്നെയാണ്. അപ്പോൾ എൻഗേജ്മെൻറ്റ് വർക്കാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ബ്രൈഡ് എത്തി, നമ്മൾ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് അവർ പോയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടോ അവിടുന്ന്. അങ്ങനെ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത ശേഷം എനിക്കൊരു വെഡ്ഡിങ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കസിൻ്റെ ആയിരുന്നു. അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാത്രമേ പോയുള്ളൂ. അപ്പോൾ ഞാൻ അവിടുത്തെ വീഡിയോസൊന്നും എടുത്തില്ല. ഫാമിലി കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് ശോഭ സിറ്റി മോളിലേക്കും ഹൈലൈറ്റ് മോളിലും തൃശ്ശൂർ പോവാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടോ. ഇത് ചെറുതുരുത്തിയുള്ള ഹംദി കുഴിമന്തിയിലാണ് കേട്ടോ പോയത്. ഇത് അവരുടെ സ്പെഷ്യൽ അൽഫാമാണ്. അൽഫാം പൊള്ളിച്ചതാണ്, ചിക്കൻ പൊള്ളിച്ചതാണ്. അപ്പോൾ അടിപൊളി നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ശോഭ സിറ്റി മോളിൽ എൻട്രി ചെയ്യാണ് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് പോയത് സെക്കൻഡ് ഫ്ലോറിലാണെന്നാണ് എനിക്ക് ഓർമ്മ. എല്ലാ ലേഡീസിനും ഗേൾസിനും ഉള്ളൊരു അസുഖമാണ് മിറർ കണ്ട ഒരു സെൽഫി വീഡിയോയിൽ സെൽഫിയൊക്കെ എടുക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് പേര് ഫിഷ് പാ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ.
ഇത് കിഡ്സിൻ്റെ ഏരിയയാണ്. ഒരു സ്റ്റോളായിട്ട് ഇട്ടിട്ടുണ്ട് ക്യാൻഡിയുടെ, പലതരത്തിലുള്ള ക്യാൻഡി. ഞാൻ അവിടെ ഒരുപാട് വെറൈറ്റി ക്യാൻഡീസ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ മമർത്തിൻ്റെ സ്റ്റോറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ട്രെൻഡ്സിലേക്ക് ഒന്ന് കയറി ഒന്ന് ജസ്റ്റൊക്കെ നോക്കി ഇറങ്ങിയിട്ടോ. വാങ്ങിയിട്ടൊന്നുമില്ല. എനിക്ക് ഫേവറായിട്ടുള്ളൊരു കളറ് യെല്ലോ ആണ് കേട്ടോ. പക്ഷേ എൻ്റെ ഡ്രസ്സുകൾ അധികം യെല്ലോ ഇല്ല. പക്ഷേ എൻ്റെ ഫേവറേറ്റ് കളറ് യെല്ലോ ആണ്. എവിടെ കണ്ടാലും ജസ്റ്റ് നോക്കും. ഷോപ്പിംഗ് മോളിലെ എല്ലാ ഐസ്ക്രീമിനൊക്കെ നല്ല റേറ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു സ്റ്റോളിൽ 35 രൂപയ്ക്ക് ബട്ടർ സ്കോച്ചിൻ്റെ കോൺ ഐസ്ക്രീം കിട്ടി കേട്ടോ. അപ്പോൾ അത് നോക്കി, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ശോഭ സിറ്റി മോളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഏരിയ, എനിക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഏരിയ ഈ ലേക്ക് വ്യൂ ഉള്ള സ്ഥലമായിരിക്കും കേട്ടോ. ഫോട്ടോസിനും വീഡിയോസിനും നല്ല ഒരു വ്യൂ ഉള്ള സ്ഥലമല്ലേ ഇത്. ഇറങ്ങാനും വലിയ ഫ്ലാറ്റുകളാണ് ഇവിടെ. ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ ഇവിടെ പോകുമ്പോൾ. പിന്നെ പറയണം, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് തന്നെ വന്നു. ഫാത്തിമ ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് തിങ്സൊക്കെ വാങ്ങി. പിന്നെ എല്ലാ ഷോപ്പിംഗ് മോളിൽ പോയാലും മസാജിങ്ങിന് കയറും കേട്ടോ. ഓരോ മോളിൽ ഓരോ റേറ്റാണ്. ചിലവിടെ 50 രൂപ, 100 രൂപ, 200 രൂപ വരെ ഉണ്ട് കേട്ടോ. ഇവിടെ 50 രൂപയായിരുന്നു, 100 രൂപയായിരുന്നു. പിന്നെ എല്ലാ ഷോപ്പിംഗ് മോളിലുള്ള പോലെ സുഡിയോ, പിന്നെ ട്രെൻഡ്സ്, അങ്ങനെ എല്ലാ ലൈഫ് സ്റ്റൈല് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ അവന്ത്ര, പിന്നെ പ്ലേസോ ഏരിയ കുട്ടികളുടെ, അത് നല്ല വിശാലമായ ഏരിയ തന്നെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ പൊട്ടാറ്റോ ടൊർണാഡോ റോളറ് അതൊന്ന് കഴിച്ചു. ലഞ്ചിന് ചിക്കൻ മന്തി കഴിച്ചത് കൊണ്ട് ചായ കുടിക്കാനുള്ള ഒരു മൂഡായിരുന്നു കേട്ടോ. അപ്പോൾ ഷോപ്പിംഗ് മോളിൽ പോയിട്ട് ചായയും വടയും പഴംപൊരി എല്ലാം കഴിച്ചു. ഇവിടെ ഫുഡ് കോർട്ടിൽ ഓട്ടുപാറ ബിരിയാണി പറഞ്ഞിട്ടൊരു ഷോപ്പ് കണ്ടു കേട്ടോ. ചിലപ്പോൾ ഓട്ടുപാറക്കാരുടെ സ്പെഷ്യൽ ബിരിയാണി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊരു ഷോപ്പ് ഞാൻ സ്പെഷ്യലായിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ശോഭ മോളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പാർക്ക് ചെയ്തത് ഞങ്ങൾക്ക് സ്ഥലം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നറിയോ,
അപ്പോൾ എവിടെ നിന്നാണെങ്കിലും കീ ഓപ്പൺ ചെയ്യും. അപ്പോൾ അത് സൗണ്ട് കേട്ടാൽ നമ്മുടെ വണ്ടി എവിടെ നിൽക്കുന്നതെന്ന് അറിയും. അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാറുണ്ട്. അങ്ങനെ ശോഭയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഹൈലൈറ്റ് മോളിലേക്കാണ് കേട്ടോ പോയത്. എൻട്രൻസിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് ബേസ്മെൻറ്റിലൊന്നും കാർ പാർക്കിംഗ് കിട്ടിയില്ല. ടോപ്പ് 10ലാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അവിടുന്ന് കാർ പാർക്കിംഗ് ചെയ്തിട്ട് ടോപ്പ് സെക്ഷനിലേക്ക് തന്നെയാണ് കേട്ടോ പോയിരിക്കുന്നത്. ടോപ്പ് ഫ്ലോറിലാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ജസ്റ്റ് അവിടേക്ക് ഒന്ന് ഇങ്ങനെ കറങ്ങി. അവിടെ അപ്പോൾ ആ ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ ഫുഡ് കോർട്ടൊക്കെ ഉള്ളത്. ആ ഫ്ലോറിൽ തന്നെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് കേട്ടോ. നല്ലൊരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി വൈബായിരുന്നു അവിടെ. ഒരു മഴയുടെ ടെൻഡൻസിയും ഈവനിങ് വൈബും എല്ലാം കൂടെ നല്ല പൊളി വൈബായിരുന്നേ. നല്ല വീഡിയോസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് താഴത്തെ ഫ്ലോറുകളിലേക്ക് ഇങ്ങനെ പോവുകയാണ് ചെയ്തത്. പിന്നെ അവിടെ കണ്ടത് ജയ്പൂർ ജ്വല്ലറി പറഞ്ഞിട്ട് ഒരു സെക്ഷൻ സ്റ്റോളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാശ്മീരി സിൽക്ക് സാരീസ്, രാജസ്ഥാനി കുർത്തികളുടെ ഒരു സെക്ഷൻ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഒരു ഡെർമോക്കോയുടെ സ്റ്റോർ കണ്ടു കേട്ടോ അവിടെ. പിന്നെ ഒരുവിധം ബ്രാൻഡഡ് ഷോപ്പുകളല്ലാണ്ട് സ്റ്റൈൽ യൂണിയൻ, ലൈഫ് സ്റ്റൈല്, അങ്ങനെ കുറച്ച് നല്ല ബ്രാൻഡ് ഷോപ്പുകളൊക്കെ അവിടെയുണ്ട്. തൃശ്ശൂരിലെ ഏറ്റവും വലിയ മോളാണ് ഹൈലൈറ്റ് മോൾ. പിന്നെ ഏറ്റവും താഴെ ലുലു ഡെയിലി പറഞ്ഞിട്ട് അവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ടോപ്പിലേക്ക് തന്നെ പോയിട്ടാണ് കാർ എടുത്ത് താഴോട്ട് വരുന്നത്. 10 താഴത്തേക്ക് തിരിഞ്ഞാണ് വന്നത്. സൺഡേ ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെയായിരുന്നു, സൺഡേ. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.